കുറച്ച് നെർവസാണ്. എങ്ങനെ തീരുമെന്നൊന്നും അറിയില്ല. ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ മിസ്റ്റേക്സ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ലോങ് ഹെയർ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് ഞാൻ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത്, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണോ, എത്ര ഡേ കൂടുമ്പോഴാണ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്താലും ഞാൻ മുടക്കാത്തൊരു കാര്യമാണ് ഹെയർ ഓയിലിങ്. ഈ ഹെയർ ഓയിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുടി രണ്ട് പാർട്ടീഷൻ ആക്കണം. രണ്ട് പാർട്ടീഷൻ ആക്കുന്നതിൻ്റെ ഒരു യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓയിലിങ് നമ്മളുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നല്ലപോലെ ചെയ്യും. സോ ഫ്രം ദി എൻഡ്സ് വേണം നമ്മൾ എപ്പോഴും ഡീറ്റാങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുള്ള് ഡീറ്റാങ്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല പോലെ ഡീറ്റാങ്കിൾ ചെയ്യണം, ഇല്ലെങ്കിൽ ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഹെയർ ഫോൾ ഉണ്ടായിരിക്കും. ഭയങ്കരമായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തില്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു കോംബ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കോമ്പാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു വുഡൻ കോമ്പാണ് യൂസ് ചെയ്യുന്നത്. സോ എന്നിട്ട് ദ സെയിം പ്രോസസ്സ് നമ്മൾ ചീപ്പ് വെച്ച് ചെയ്യുക. ഇപ്പം ഏകദേശം ഇത്രയും ഹെയർസാണ് എനിക്കിപ്പോൾ ഡീറ്റാങ്കിൾ ചെയ്തപ്പോൾ ഫോൾ ആയിട്ടുള്ളത്. ഇനിയും പൊഴിയും. ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്തും കുറച്ച് ഹെയറൊക്കെ ഫോൾ ആവും. പാരച്യൂട്ടിൻ്റെ എണ്ണയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആവും, ബ്രേക്കേജ് ഒക്കെ ഉണ്ടാവും തുടങ്ങി. അപ്പോൾ ഞാൻ എണ്ണയൊന്ന് മാറ്റി പിടിച്ചു. ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടക്കൽ ആയുർവേദശാലയുടെ ഒരു എണ്ണയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രിസ്നെസ് ഒക്കെ കുറയുന്നുണ്ട്. നമുക്ക് ഹെയറിനൊരു ഒരു സ്ട്രെങ്ത് കിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ സ്കാൽപ്പിന് ഒരു മോയ്സ്ചറൈസറൊക്കെ കിട്ടാൻ വേണ്ടി ഈ ഒരു എണ്ണ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ ഞാൻ ഇതുപോലൊരു ബോട്ടിലാക്കും, എന്നിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ എന്താ ഈ ഒരു പാർട്ടീഷൻ ഭാഗത്താണ്, നമ്മൾ പാർട്ടീഷൻ എടുത്തിട്ട് വേണമല്ലോ നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒത്തിരി എണ്ണ തേച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ കൊടുക്കുന്ന എണ്ണ അത്രയും നമ്മുടെ സ്കാൽപ്പിൽ കിട്ടണം, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒത്തിരി എണ്ണ തേച്ചത് കൊണ്ട് ഒരിക്കലും മുടി വളരുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് മാക്സിമം നമ്മളുടെ സ്കാൽപ്പ് മോയ്സ്ചറൈസ് ആകും, അതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മളുടെ ഹെയറിൻ്റെ എൻസിൽ നല്ല പോലെ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കണം. കാരണം നമുക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവും. ഈ സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ നമ്മളുടെ ഈ എൻസിൽ ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് നമ്മൾ ഈ എൻസിൽ നമ്മൾ തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ഹെയർ ഓയിലിംഗ് ചെയ്ത സമയത്ത് എനിക്ക് ഏകദേശം ഒരു 2-3 മുടിയൊക്കെ പൊഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഡീറ്റാങ്കിൾ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണത്. ചീപ്പ് വെച്ച് ചെയ്യി നല്ല പോലെ ഡീറ്റാങ്കിൾ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റാണ് നമുക്ക് ഈ ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് അത്രയും ഹെയർ നമുക്ക് ഫോളായിട്ട് വരത്തില്ല. എന്നിട്ട് നമ്മളുടെ സ്കാൽപ്പ് നമ്മൾ കൈവച്ച് തന്നെ ഒരു ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മസാജ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇൻവേർഷൻ മെത്തേഡാണ്. അതായത് നമ്മളുടെ മുടി ഇങ്ങനെ ഇടുക, എന്നതിന് ശേഷം നമ്മൾ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 മിനിറ്റൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമുക്കിതുപോലൊരു സാധനം കിട്ടും, ഒരു സ്കാൽപ്പ് മസാജറാണ്.
നമുക്കൊരു വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ സ്കാൽപ്പ് മസാജർ വെച്ചിട്ട് നമ്മൾ ഹെഡ് നല്ല പോലെ മസാജ് ചെയ്യണം. ലൈക്ക് ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ മസാജ് ചെയ്യണം. അപ്പോൾ എന്താ, നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല പോലെ ഈ ഓയിൽ പിടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങൾക്ക് വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെക്കാം. നമ്മുടെ ചോയ്സാണ് എത്ര നേരം വെക്കുക എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് മൈൽഡായിട്ടൊരു ഷാമ്പു വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാം. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഹെയറിന് നല്ലതാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.